പേരൻസിനോട് അല്ലെങ്കിൽ ഒരു ഫാമിലിയോട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസമാണ് അല്ലെങ്കിൽ സ്പീച്ച് ലാംഗ്വേജ് ഡിലേ ആണ്, ADHD ആണ്, ഏതെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ഡിസോർഡർ നമ്മൾ റിവീൽ ചെയ്യുമ്പോൾ ആ ഒരു പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചലഞ്ചസ്, മാമിന് പേഴ്സണലി അങ്ങനെ നേരിട്ടുള്ള ചലഞ്ചസ് മേ ബി ഒരു ലോ ഓഫ് അവയർനെസ് ആവാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഒരു ആബ്സെൻസ് ആവാം, അല്ലെങ്കിൽ എക്കണോമിക്കലി ഉള്ള ബുദ്ധിമുട്ടാവാം. മാമിന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു ചലഞ്ചസ് ഏതാണ്? ഓട്ടിസം ADHD ഉള്ള ഒരു കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് സർട്ടൻലി ദ ഫസ്റ്റ് തിങ് അവർക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ഇസ് ലാക്ക് ഓഫ് അവെയർനെസ് ആൻഡ് ദ മെയിൻ തിങ് ഇസ് ദി ആക്സെപ്റ്റൻസ്. ബിക്കോസ് ഇത് രണ്ട് സൈഡ് ഓഫ് ദി സെയിം കോയിനാണ്. ബിക്കോസ് അത് അവർക്കത് ആക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ മാത്രമാണ്, വൺസ് എൻ്റെ കുഞ്ഞിന് ഈ ഒരു കണ്ടീഷൻ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് അവരൊരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ ആസ്പെക്റ്റിലേക്ക് അവർ നോക്കുകയുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഓരോ പേരൻറ്റിനും അവരുടെ കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ഡിഫറൻസ്, എന്തൊക്കെ ചേഞ്ചസ് അപ്പാർട്ട് ഫ്രം ദി നോർമറ്റീവ്സ് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഇപ്പം എൻ്റെ കുഞ്ഞിന് ഇൻ കേസ് ഇവൻ ഓട്ടിസം ആണ് അല്ലെങ്കിൽ ADHD ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു കുഞ്ഞ്, എൻ്റെ കുഞ്ഞിന് കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞ് നോർമലാണ്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ കേൾക്കാറുണ്ട്, ഒരു 2-2.5-3 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഈ ഒക്കെ ബിഹേവിയേഴ്സൊക്കെ സ്ഥിരം വരുന്നതായി ഈ ഒരു പ്രായത്തിൽ, അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിക്കോളും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം, ഒരു 5 or 6 years കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ബിഹേവിയേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ തന്നെ ഇവരുടെ ഡെവലപ്മെൻറ്റ്സ് ലൈക്ക് എസ്പെഷ്യലി സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്സ് നമുക്കൊരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളൊരു ഹൗ അവർക്ക് 2-3 വയസ്സിൽ നടക്കുന്നൊരു ഡെവലപ്മെൻറ്റ് പോലെ ഒരു 5-6 വയസ്സിൽ നടക്കണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് എ ചാലഞ്ച്. യെസ്, ഓഫ് കോഴ്സ് ഈ ഒരു ആക്സെപ്റ്റൻസ് തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് വരുന്നൊരു ചാലഞ്ച്. പിന്നെ വരുന്നൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ കമ്പാരിഷൻ. ഒരുപാട് മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ ഡെവലപ്പ് ആവാത്തത്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് ഡാൻസിന് പോകുന്നു, എൻ്റെ കുഞ്ഞിനും ഡാൻസ് ക്ലാസ്സിന് വിടണം. ഒരിക്കലും പേരൻസ് അവരുടെ കുഞ്ഞുങ്ങളുടെ സ്കില്ലനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് സ്കില്ലനുസരിച്ചിട്ട് ഒരു പേരൻറ്റ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് അവർക്ക് തന്നെ നോട്ട് ചെയ്യാം. ബീറ്റ് ഡയഗ്നോസിസ് നമ്മൾ കൊടുക്കുന്നത് എന്തിനാ, ഏത് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ, എന്താണ് ഇത് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള ഫ്യൂച്ചർ ഒരു പേരൻറ്റിന് മനസ്സിലാവാനായിട്ട് ഡയഗ്നോസിസ്. അല്ലാതെ ഡയഗ്നോസിസ് വെച്ചു അയ്യോ എൻ്റെ കുഞ്ഞിന് ഈ കണ്ടീഷനാണ്, ഇമോഷണലി മെൻ്റലി ഫിസിക്കലി വിഡ്രോവൻ ആവാനായിട്ടല്ല. ബിക്കോസ് പലപ്പോഴും തെറപ്പി സെൻറ്റേഴ്സിലേക്ക് പേരൻസ് പോകുന്നത് അവരുടെ കുഞ്ഞിനൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഒരു ക്വിക്ക് ഹീൽ അല്ലെങ്കിൽ എങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൂടെ മാറ്റണമെന്ന് മനസ്സിലാക്കാനായിട്ട്, ഒരിക്കലും ഇമോഷണലി ഡൗൺ ആയിട്ടാവാനല്ല ഒരു പേരൻറ്റ് പോകുന്നത്. അതിപ്പോൾ എൻ്റെ കുഞ്ഞായിക്കഴിഞ്ഞാലും വേറൊരാളുടെ കുഞ്ഞായിക്കഴിഞ്ഞാലും നമ്മളെല്ലാവരും ഒരു റീഹാബിലിറ്റേഷൻ ആസ്പെക്റ്റിൽ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇവിടെയാണ് ആസ് എ പ്രൊഫഷണൽ നമുക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടീസ്. ബിക്കോസ് I've also faced in conditions where parents പറയുന്ന therapist is not good or the therapy center is not good just because എൻ്റെ കുഞ്ഞിന് ഈ ഒരു കണ്ടീഷൻ ഉള്ള കാരണം കൊണ്ട്. ഹൗ ക്യാൻ ദേ സേ എൻ്റെ കുഞ്ഞിന് ഓട്ടിസം, ഹൗ ക്യാൻ ദേ സേ എൻ്റെ കുഞ്ഞിന് ADHD ആണെന്നുള്ളത്. ഡയഗ്നോസിസ് is to show you the root. Diagnosis is not to label your child. Okay, ഒരു ലേബിൾ തലയിൽ കൊടുക്കാനല്ല ഡയഗ്നോസിസ്. ഇറ്റ് ഇസ് ടു ഷോ വിച്ച് ഡയറക്ഷൻ യു നീഡ് ടു ഗോ. ആൻഡ് parents must appreciate ചെയ്തില്ലെങ്കിലും accept that for their own child. It's not for the therapy center, it's not for the therapist. Then അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കേസുകളിൽ ഇപ്പം എക്കണോമിക്കലി ഉള്ളൊരു ബാക്ക്ഗ്രൗണ്ട്, ചിലർക്ക് ഫിനാൻസ് വളരെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് കടന്നെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഡിസ്റ്റൻസ് കൊണ്ടാവാം. അപ്പം അങ്ങനെ അവർക്ക് തന്നെ ചലഞ്ചസ് ഉള്ള കേസുകളിൽ നമ്മൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? അവർക്ക് തെറാപ്പി കൊടുക്കേണ്ടതുണ്ടോ? നമ്മൾ എങ്ങനെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? സർട്ടൻലി എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ളൊരു ഫാമിലി ഉണ്ടെങ്കിൽ, ഓക്കെ, വെൻ ഐ സി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇസ് പുവർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ദിവസത്തെ അന്നന്ന ആഹാരം മീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ഫാമിലിക്ക് പോലും സർട്ടൻലി അവിടെ തെറപ്പിയുടെ ആവശ്യമുണ്ട്. ഓക്കെ, ഇറ്റ്സ് നെവർ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ തെറപ്പി പ്രൊവൈഡ് ചെയ്യില്ല. ദാറ്റ് ഈസ് നെവർ ദി ആറ്റിറ്റ്യൂഡ് ആൻഡ് ദാറ്റ് ഷുഡ് നെവർ ബി ദി ആറ്റിറ്റ്യൂഡ്. ബിക്കോസ് അങ്ങനെ വരുന്ന ഫാമിലീസിനാണ് നമ്മൾ ഗിവ് ദം the same care as they want to. Okay, pinne it's mostly said therapies are expensive, places expensive. See,
ഒരു തെറപ്പി സെഷൻ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം എനിക്ക് നീറ്റ് ആൻഡ് ടൈഡി ആൻഡ് നല്ലൊരു റൂം വേണം. ഓക്കെ, റൂം എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് എങ്ങനത്തെ ഒരു റൂമല്ല, തെറപ്യൂട്ടിക്കലി സ്പെസിഫിക്കേഷൻ ഉള്ള റൂം വേണം. ദ സെക്കൻഡ് തിങ് ഈസ് ദ കൈൻഡ് ഓഫ് എൻവയറമെൻറ്റ് ഞാൻ അവിടെ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് ചുമ്മാ റാൻഡംലി ഒരു കടയിലൊരു ഷോപ്പ് എടുത്തിട്ട് അവിടെ ഇരുന്ന് തെറപ്പി എടുക്കാനായിട്ട് പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി എ പ്ലേസ് വിത്ത് ഓൾ ഓഫ് ദി correct specifications, correct kind of materials used. And thirdly വരുന്നത് എനിക്ക് അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ തെറപ്യൂട്ടിക്കലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം. എനിക്ക് ചുമ്മാ ഈ കടയിൽ നിന്ന് നമ്മൾ സാധാരണ ഒരു പൂരത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിന് പോകുമ്പോഴോ അവിടെ നിന്ന് കിട്ടുന്ന ടോയ്സ് എനിക്ക് യൂസ് ചെയ്തിട്ട് തെറപ്പിയാന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. ബിക്കോസ് വി ഹാവ് ലോട്ട് ഓഫ് ടോയ്സ്, ലോട്ട് ഓഫ് മെറ്റീരിയൽസ്, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളൊരു തെറപ്പി എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ഓൾ, നമ്മുടെ കൂടെയുള്ള ടീം ഓഫ് പ്രൊഫഷണൽസ് ദേ ഹാവ് ടു ബി സർട്ടിഫൈഡ്. ഇപ്പോൾ ഞാനൊരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ എൻ്റെ ക്ലിനിക്കിൽ പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് തെറപ്പി എടുക്കാനായിട്ട് അസൈൻ ചെയ്യുകയാണെങ്കിൽ ദ സ്പീച്ച് തെറപ്പിസ്റ്റ് ഓർ ദി ഓഡിയോളജിസ്റ്റ് തെറപ്പിക്ക് മുന്നോട്ട് പോകുമ്പോൾ ദേ ഹാവ് ടു ബി ലൈസൻസ്ഡ് ഇൻ ദിയർ വർക്ക്. റീഹാബിലിറ്റേഷൻ ഓഫ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഇല്ലാതെ ഐ കൻ നോട്ട് ആസ്ക് മൈ തെറപ്പിസ്റ്റ് ടു ഗോ ആൻഡ് ഡു ദിയർ വർക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇൻ മൈ ബിഹേവിയർ തെറപ്പിസ്റ്റ് ഹാസ് ടു ഹാവ് ദിയർ ഓൺ സർട്ടിഫിക്കേഷൻസ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഹാവ് ടു ഹാവ് ദിയർ ഓൺ സർട്ടിഫിക്കേഷൻസ്. ഒരു ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ്, ഒരു BOT, MOT, അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസോ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എടുക്കാനായി പറ്റില്ല. ആൻഡ് ഓൾ ഓഫ് ദിസ് എനിക്ക് ഫ്രീ ആയിട്ട് തെറപ്പി കൊടുക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഐ ഷുഡ് ബി ഗിവിങ് എനി ഓഫ് ദിസ്. ഓക്കെ, സാധാരണ ഒരാളെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല തെറപ്പി. ഇറ്റ്സ് പ്രൊവൈഡിങ് ദം വിത്ത് ദ ബെസ്റ്റ് സർവീസ്. ആൻഡ് ബെസ്റ്റായിട്ട് കൊടുക്കുന്ന ഏത് കാര്യമാണെങ്കിലും ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. പേരൻസിന് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കണമെങ്കിൽ they will have to check where it is. പിന്നെ sometimes we feel that economically backward ആയിട്ടുള്ളൊരു പേരൻറ്റ് ഉണ്ടെങ്കിലോ ഫാമിലി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊട്ടും ക്വാളിറ്റി കുറയ്ക്കാതെ തന്നെ there are a lot of programs. We have family mediated program, we have parent training program, parent trained facilitated programs. ഇതെല്ലാം പേരൻസിന് ഒട്ടും അവരുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് മനസ്സിലാക്കിയിട്ട് അതുപോലെ അവരുടെ ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല മനസ്സിലാക്കിയിട്ട് നമ്മളെന്താ നോക്കുന്നത്, ഒരു കുഞ്ഞിന് ഫോർ ലൈഫ് ലോങ് തെറപ്പി അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. തെറപ്പി അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു 3 months, 6 months, 8 months, 1 year or 2 years, whichever it is, ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഗിവ് ദം ദ കറക്റ്റ് സർവീസ്, ദ ബെസ്റ്റ് സർവീസ്. ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്താൽ മതി, ചെയ്യാൻ പറ്റുന്നതൊന്നും ചെയ്യേണ്ട.